എവ്രിവൺ, അപ്പം നമ്മൾ ഓശാനയ്ക്ക് പൂ വാങ്ങിക്കാൻ വേണ്ടി വരികയാണ്. ഹരിയാനയിൽ നമുക്ക് എവിടെ കിട്ടും പൂക്കൾ എന്ന് നോക്കാം. ഇപ്പം ഏകദേശം സമയം 12 മണിയായി. അപ്പോൾ 12:15 അപ്പോൾ ഇനിയും പൂക്കളൊക്കെ വെച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കാം. ഇതാണ് ഹരിയാനയിൽ ഞങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന റോഡ് കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പൂ കിട്ടും എന്നുള്ള അമിത പ്രതീക്ഷയിലാണ് പോകുന്നത്. കിട്ടണം, കാരണം നാളെയാണ് ഓശാന. നമുക്ക് ഓശാനയ്ക്ക് പൂ വേണമല്ലോ. റോസൊക്കെ കിട്ടുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു ഓട്ടോ സ്റ്റാൻഡാണ്. ഇവിടെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുവാണ്. സാധാരണ രാവിലെ 10 o'clock വരെയും പിന്നെ 4 o'clock തൊട്ട് അങ്ങോട്ടും ഭയങ്കര റഷ് ഏറിയാണിത്. ഇപ്പം കുറച്ച് കുറവുണ്ട്. ഇത് ഇവിടെ ഫ്രൂട്ട്സൊക്കെ കിട്ടുന്ന സ്ഥലമാണ്. മസ്ക് മെലൻ, ബനാന, ഷുഗർ കെയിൻ, വാട്ടർമെലൻ, പപ്പായ, ഗുവാവ, ആപ്പിൾ, അങ്ങനെ എല്ലാം നമുക്ക് കിട്ടും. പിള്ളേരൊക്കെ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുന്നു. കണ്ടോ, ഭയങ്കര വെയിലാണ് ഇവിടെ ഇപ്പം. ഏകദേശം ഒരു 30 above ഉണ്ട് ഇവിടുത്തെ ഡിഗ്രി. കാരണം ഇവിടെ ഗേൾസൊക്കെ ഫുൾ മൂടി വെച്ചുകൊണ്ടാണ് നടക്കുന്നത്. കാരണം ടാൻ അടിക്കാതിരിക്കാനായിട്ട്. ഭയങ്കര എല്ലാവരും ഏകദേശം ഒരുമാതിരി മെജോറിറ്റി ഗേൾസും ഇങ്ങനെ ഫുൾ ഫേസ് കവർ ചെയ്ത് അവരുടെ ഐസ് പോർഷൻ മാത്രമേ നമുക്ക് കാണത്തുള്ളൂ. പിന്നെ ഇവിടെ കുഞ്ഞു കുഞ്ഞു ഷോപ്പുണ്ട്. ഒരു സൈക്കിളിൽ തുണിക്കടയുണ്ട്, ചായക്കടയുണ്ട്, ലസ്സിക്കടയുണ്ട്. നമുക്കൊരു പാട്ടൊക്കെ കേൾക്കാമോ? എല്ലാം ഉണ്ട്. അതായത് സോക്സ് കട, അങ്ങനെ ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള കടകൾ ഓരോ സൈക്കിൾ കടകളിലും സൈക്കിളിലും നമുക്ക് കാണാം. ദാണ്ട് ഇവിടെ ഒരു ഗ്രേപ്സിൻ്റെ ഷോപ്പ് കണ്ടോ, എല്ലാവരും ഇങ്ങനെ നിർത്തി വാങ്ങിക്കും. പിന്നെ മേളിൽ ആൾക്കാർക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഏരിയ ആണ്. ഇതിവിടെ കാണപ്പെടുന്ന ഒരു പ്രത്യേക ടൈപ്പ് ഓട്ടോ ആണ്. കണ്ടോ, സൈക്കിള് കൊണ്ടുപോകുന്നു. ഓക്കെ, നമുക്ക് പൂ ഉണ്ടെന്ന് തോന്നുന്നു, നോക്കാം. ഗായ്സ്, ദൈവകൃപ കൊണ്ട് നമുക്ക് പൂക്കളുണ്ട്. താങ്ക് യു ജീസസ്. കണ്ടോ, റോസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾ പൂവിൻ്റെ അവിടെ വന്നിരിക്കുകയാണ്. ഇവിടെ റോസ് ഉണ്ട്. 2 കിലോ എന്നാണ് പറഞ്ഞത്. പക്ഷെ 1 കിലോയ്ക്ക് 100 രൂപ. कितना गुलाब के लिए कितना है? वो वाला नहीं, थोड़ा कम कर रो तो 300 ज़्यादा लग रही है. 300 रुपये किलो है. नहीं, वो तो थोड़ा ज़्यादा है. थोड़ा कम कर लो. थोड़ा सा भैया रेट गिरो. 400-500 रुपये किलो चल लो. कितना चाहिए? 300 കൂടുതലാണെന്ന് അമ്മ പറയുന്നത്. അവർ 300 രൂപയാണ് പറയുന്നത്. നമുക്ക് നോക്കാം വേറെ ഉണ്ടോ. ഓക്കെ, ഇതാണപ്പം സദാർ എന്ന് പറയുന്ന സ്ഥലം. കണ്ടോ, ഇവിടെ ഫ്രൂട്ട്സിൻ്റെ കടകളൊക്കെ കണ്ടോ. ഓക്കെ, നമ്മളിപ്പോൾ പഴം വാങ്ങിക്കാൻ വന്നിരിക്കുകയാണ്. ഇവിടെ ഒരു 12 എണ്ണത്തിന് 60 രൂപ അങ്ങനെയാണെന്ന് തോന്നുന്നു. ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ കിലോ കണക്കിനല്ല, നമ്പറിനാണ്. ഞാൻ കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മൾ പഴം വാങ്ങിച്ചു കഴിഞ്ഞു. ഇനിയും നമ്മൾ പൂവിൻ്റെ അടുത്തേക്ക് തന്നെ വീണ്ടും പോവുകയാണ്. ഇല്ല. गुलाब के लिए कितना है? हाँ, ये हाँ 2 किलो. 200 रुपये किलो है. हाँ, 200 रुपये किलो. थोड़ा ज़्यादा है ना भैया. 150 में मिलेगा. 2 किलो चाहिए. 2 किलो चाहिए. 150 തരാം. 150. 2 കിലോ വാങ്ങിക്കാം അല്ലേ? ആ, 1 കിലോ തൂക്കട്ടോ അല്ലേ? ആ, അപ്പം ഞങ്ങൾ 2 കിലോയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. 150 രൂപയ്ക്ക് ഓക്കെ ആയി, സെറ്റായിട്ടുണ്ട്. അപ്പോൾ അവരതിൻ്റെ മണ്ടയ്ക്ക് ഐസ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് വേറെ പൂക്കളൊക്കെ ഉണ്ട്. ഞാൻ 2 കിലോ പുള്ളിയോട് പറഞ്ഞു. ആ,
ये 2 किलो है। तोल के दूंगा आपको। हाँ എല്ലാവരും ഒന്നായിരിക്കും ചിലപ്പോൾ. ആ ഓക്കെ 2 കിലോ നമുക്ക് കിട്ടി. ദൈവകൃപ, താങ്ക് യു ജീസസ്. 2 കിലോ നമുക്ക് നല്ലതായിട്ടുണ്ട്. അത് നോക്കണം കേട്ടോ. ഇതാണ് സദാർ മാർക്കറ്റ് എന്ന് പറയുന്ന ഏരിയ. ഇവിടെ ഫ്രൂട്ട്സ് ഒക്കെ കണ്ടോ, ഈ എന്താ സൈക്കിളിനകത്ത് വെച്ച് ഓരോ ഷോപ്പ് കണ്ടോ. അതായത് ചിക്കു, പപ്പായ, ആപ്പിൾ. ചിക്കു നല്ലതാണോ? കുറച്ച് ഡ്രൈ ആണോ? കറക്റ്റാണോ മറ്റേ? ഇതാണ് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള സദാർ മാർക്കറ്റ്. അതിൻ്റെ വെളിവശം ഔട്ടർ ബോർഡറാണ് നമ്മൾ ഈ കാണുന്നത്. അകവശം ഭയങ്കര ഇതാണ്. 100 ഞാനിപ്പോൾ അയാളെ കൊടുക്കും. ഇവിടെ ഒന്ന് ക്രോസ് ചെയ്ത് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ ആൾക്കാർ പെട്ടെന്ന് ഇങ്ങനെ വരും. ഇവിടെ എല്ലാവരും സത്യം പറഞ്ഞാൽ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്താണ് അവരെല്ലാം ജീവിക്കുന്നത്. കാരണം ഇതിൻ്റെ പ്രോഫിറ്റ് വേണ്ടേ അവർ ജീവിക്കാൻ. ഇതിൻ്റെ ഉള്ളിലേക്ക് ഭയങ്കര ക്രൗഡഡ് ആണ്. ഇത് നമ്മൾ ഔട്ടറിൽ നിൽക്കുന്നതുകൊണ്ടാണ് അധികം ക്രൗഡഡ് അല്ലാത്ത കാണും. ഇന്നെന്തായാലും ഞങ്ങൾ അകത്തേക്ക് പോകുന്നില്ല. കാരണം നാളെ ഓശാനൊക്കെ ആയിട്ട് നമുക്ക് കുറച്ച് പരിപാടിയുണ്ട്. പൂ അടർത്തണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇനി നമ്മൾ വേറെ ദിവസം വരുമ്പോൾ ഞാൻ അകത്തെ വ്ളോഗ്സൊക്കെ എടുക്കാം കേട്ടോ. ഓക്കെ, ഇത് അനാറ്, ആപ്പിൾ. നമ്മൾ അനാറ് വാങ്ങിച്ചിരിക്കുകയാണ്. എത്ര രൂപയാണ്? 150 per കിലോ. ഓക്കെ, നമ്മളിന്ന് ഇത്രയുമേ ഇവിടുന്ന് ചെയ്യുന്നുള്ളൂ. നമ്മളിനിയും പോവുകയാണ്. ഓക്കെ, ദാണ്ടെ നമ്മുടെ റോസി. താങ്ക് യു ജീസസ്. അങ്ങനെ നമുക്ക് റോസ് കിട്ടി. പഴം കുറച്ച് വാങ്ങിച്ചു, 60 റുപ്പീസ് 12 പീസിന്. പിന്നെ അനാറ് വാങ്ങിച്ചു. അനാറിന് 1 കിലോയ്ക്ക് 150 റുപ്പീസ്. നമ്മുടെ നാട്ടിലേക്ക് ഇപ്പോൾ അങ്ങനെയാണോ? എങ്ങനെയാണ്? കമൻറ്റ് ചെയ്യണം കേട്ടോ. കാണുന്നവരൊക്കെ ഇന്ന് കമൻറ്റ് ചെയ്യായിരുന്നെങ്കിൽ നമ്മുടെ വ്ളോഗ് ഒന്ന് റിച്ച് ആയേനെ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ കാഴ്ചകൾ. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.